കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ സ്നേഹം കടന്നു വരുവാൻ ദൈവത്തിൻ്റെ മുമ്പാകെയായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഒരിക്കൽ വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. ആ വേദഭാഗം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിപ്പാൻ ഇടയായി. അതിലെ പ്രധാനപ്പെട്ട ചിന്തകൾ ദൈവസനെ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഇടയായല്ലോ. ദൈവത്തിൻ്റെ വചനം, സുവിശേഷം കടന്നു എന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവിടെയൊക്കെയും കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 9-ാം അധ്യായത്തിൽ അതിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചപ്പോഴെല്ലാം അതേ പത്രോസിൽ കൂടെ ദൈവം ചെയ്ത 2 അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന് ഒരു സൗഖ്യവും മറ്റൊന്ന് മരിച്ച ഒരാളെ ഉയർപ്പിച്ച അനുഭവത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സുവിശേഷമായി കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഇത് ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം ധാരാളം ജനങ്ങൾ, ആവശ്യത്തിലിരിക്കുന്ന ജനങ്ങൾ അവരുടെ ചുറ്റുപാടുമുണ്ടായിരുന്നു. ദൈവരാജ്യം പ്രസംഗിച്ച സമയങ്ങളിലെല്ലാം തന്നെ നിത്യജീവനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പറയുന്നതോടൊപ്പം തന്നെ സൗഖ്യത്തെക്കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരെ എല്ലാവരെയും, അല്ലെങ്കിൽ അവർക്ക് ദൈവിക സൗഖ്യം നൽകുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ദൈവിക പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി, നിത്യതയിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഒരു മുഖാന്തരമായി അത് മാറി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് കാണുവാൻ കഴിയും. ഈ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വലിയ വെല്ലുവിളി അവർ നേരിടുകയാണ്. അത് മറ്റൊന്നുമല്ല, അല്പം മുമ്പ് നമ്മൾ കണ്ട 9-ാം അധ്യായത്തിൽ സൗഖ്യം പ്രദാനം ചെയ്യുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുവാൻ പോലും ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടെ ആ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതുവരെയും ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി സുവിശേഷം ജാതികളിലേക്ക്, യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ ആ നിലയിൽ മാത്രം വ്യാപിച്ചിരുന്ന സുവിശേഷം ജാതികളിലേക്കും ക്രിസ്തുയേശുവിൽ അത് ജാതികളിലേക്കും ചെല്ലേണ്ടതിനായിട്ട് ദൈവം ഒരുക്കുന്ന മുഖാന്തരം, എങ്ങനെയാണ് ദൈവം അതിനു വേണ്ടിയുള്ള വാതിൽ ഒരുക്കിയതെന്നുള്ളതിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിന്റെ ഭവനത്തിലുണ്ടാകുന്ന ഈ അനുഭവം. ഇത് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെയാണ് ഇത് 2 പ്രാവശ്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊന്ന് യെരുശലേമിലുള്ളവർക്ക് ഈ അനുഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഭാഗത്ത് പത്രോസ് ഇതിനെ വീണ്ടും 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഇതേ ഇൻസിഡന്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്നത് എന്താണെന്ന് വിവരിച്ചു പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ കഴിയും. എന്തായിരുന്നു അതിന്റെ പ്രാധാന്യം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തുയേശുവിൽ നമ്മളതിന്റെ 34-ാം വാക്യം കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് ഓർപ്പിക്കുകയുണ്ടായി. അപ്പോൾ പത്രോസ് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നതിനെ അവൻ അംഗീകരിക്കുന്നു. അപ്പൊ ഈ ദൈവത്തിൻ്റെ ഈ വലിയ പ്രവൃത്തിയെ അല്ലെങ്കിൽ ഈ വലിയ അത്ഭുതമായ അനുഭവത്തെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ ആ അനുഭവത്തിന് നിദാനമായി തീർന്ന ഒരു സംഭവമാണ് ഈ 10-ാം അധ്യായത്തിലെ അനുഭവം എന്ന് പറയുന്നത്. ആ നിലയിലാണ് കൊർന്നല്യോസിന്റെ മാനസാന്തരത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതികളിൽ നിന്ന് ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്ന ഒരാളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ജാതികളിലേക്കും സുവിശേഷം കടന്നു ചെല്ലത്തക്കവണ്ണം ദൈവം ഇവിടെ ഉപയോഗിക്കുന്ന ആ വഴി എന്താണെന്നും അതിന് പത്രോസിനെ ദൈവം എങ്ങനെ ഒരുക്കിയെടുത്തു എന്നുള്ളതും ഒക്കെ വളരെ ക്രിസ്തീയ സഭയുടെ വളർച്ചയിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് നമ്മുടെ ഈ അധ്യായത്തെ പ്രധാനമായിട്ട് കാണേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ
ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ചിന്ത. പഴയ നിയമത്തിലും ദൈവം തിരഞ്ഞെടുത്തു എന്ന് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജാതിയായി, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. പുതിയ നിയമം ഇസ്രായേലായിരിക്കുന്ന നമ്മയും നാം ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവിക തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ കാണുവാൻ കഴിയുന്നത് ആ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് തന്നെ, ആ ദൈവിക തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം തന്നെ ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും അബ്രഹാമിൽ കൂടെ എന്ത് ചെയ്യണമായിരുന്നു? അനുഗ്രഹിക്കപ്പെടണമായിരുന്നു എന്നുള്ളതായിരുന്നു ദൈവോദ്ദേശം. അതിനുവേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് ആ കുടുംബത്തിലൂടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെടുവാനല്ല. നാമും എന്തായി തീരണം? നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായത്, വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങളും അനുഗ്രഹിക്കുന്നു. അപ്പം നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ദൈവം നമ്മയും തിരഞ്ഞെടുത്തത്. ഇത് വളരെ വ്യക്തമാണ്. നമ്മൾ പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളൊക്കെ ധാരാളം വാക്യങ്ങൾ അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇസ്രായേലിന് സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് ഓർപ്പിച്ചു വിട്ടിരുന്നു. അവരുടെ ആ എലക്ഷൻ, അവരുടെ ആ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളോട് മാത്രമുള്ള ദൈവത്തിൻ്റെ ഒരു പ്രീതിയായിട്ട് അവർ തെറ്റിദ്ധരിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവർ മറ്റുള്ളവരെ വെറുക്കാൻ തുടങ്ങി. ഇത് ഞങ്ങൾക്ക് മാത്രം ദൈവം തന്നൊരു പദവിയാണെന്നുള്ള ചിന്താഗതി അവരിൽ വരികയും ക്രമേണ അവർ മറ്റുള്ള ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അകലെയും അവരോട് വിരോധം തോന്നി ആ നിലയിൽ ഒരു ചിന്താഗതി അവരിൽ രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണുവാനായിട്ട്. അങ്ങനെയാണ് അവരിൽ ജാതീയമായ വേർതിരിവ്, അവരോടുള്ള പ്രത്യേകമായ നിലപാടുകൾ ഒക്കെ അവർ പിന്നീട് രൂപപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചാൽ യഹൂദനും ജാതികളും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പല ഭാഗങ്ങളുണ്ടെങ്കിലും ഈ നമ്മൾ വായിക്കുന്ന അധ്യായത്തിൽ 10-ന്റെ 28 എന്താണ് പറയുന്നത്? അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും. അപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിലൊക്കെ ഉപരിയായി വളരെ ഒരു വലിയ വിടവ് ഇവർ തമ്മിലുണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതോ, അവരെ നമ്മൾ ക്ഷണിക്കുന്നതോ, അവരുമായി ഭക്ഷണം കഴിക്കുന്നതോ, അടുത്തിടപഴകുന്നതെല്ലാം നിഷിദ്ധമായിരുന്നു യഹൂദന്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ അധ്യായം മനസ്സിലാക്കാൻ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ഭവനത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് സുവിശേഷവുമായി ഒരാളെ അയക്കുവാൻ ദൈവം തീരുമാനിക്കുകയാണ്. അതിന് കർത്താവ് പത്രോസിനെ ഒരുക്കുന്നൊരു ഭാഗമാണ് ഈ 10-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പഴയ നിയമം പുതിയ നിയമ വ്യത്യാസം കൂടാതെ, എന്നാൽ ദൈവം ഉപയോഗിച്ച ശൈലിയിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ സാധാരണ ഈ മിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, അതായത് ദൗത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പഴയ നിയമത്തിലെ ദൗത്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതി ദൈവം തിരഞ്ഞെടുത്ത് വെക്കുന്നു. ആ ഇസ്രായേലിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ എങ്ങോട്ട് വരണം? ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് വരണം. ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് വന്ന് അവർക്ക് എന്ത് ചെയ്യാം? സത്യദൈവത്തെ അറിയാനും വിളിച്ചപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇതേ ആശയം തന്നെയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ പോകണം, പുറപ്പെട്ടു പോകണം. അങ്ങനെ ആ മിഷന്റെ ആ ഒരു രീതിക്ക് വ്യത്യാസമേ ഉള്ളെന്നുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് തന്നെയാണ്. കർത്താവ്, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയോ ഒരു ഭവനത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മെ ആക്ഷേപിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊരു വീട്ടിൽ വന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് പോകും, അപ്പോൾ ആ വീട്ടിലെ മറ്റുള്ളവരെല്ലാം അവരോട് എതിരാകും, അവിടെ തന്നെ ഒരു കലഹം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനകത്തെ ആ ദൈവീയ ഉദ്ദേശം മനസ്സിലാക്കാതാണ് അവർ പറയുന്നത്. നമുക്കറിയാം, നമ്മെ ആദ്യഫലമായി ദൈവം വിളിച്ചിറക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ കൂടെ അവിടെ കണ്ടിട്ടുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ വചനം പറയുന്നത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും. അപ്പോൾ ആ കുടുംബത്തെ ദൈവം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല, എന്നാൽ ആദ്യഫലമായി നമ്മെ വിളിച്ചിറക്കുമ്പോൾ ദൈവം അതിൻ്റെ പിന്നിൽ ഒരു കൂട്ടരെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, നമ്മുടെ അനുഭവമല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം അതാത് കാലയളവിൽ ഓരോരുത്തരെ അങ്ങനെ. ഇനി ദൈവവചനത്തിൽ ഒത്തിരി വാക്യങ്ങൾ നമുക്കതിനോട് ബന്ധപ്പെട്ട് കാണുവാനായിട്ട് കഴിയും. ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ച് നമ്മൾ സങ്കീർത്തനം 22-ാം സങ്കീർത്തനം, പഴയ നിയമ പുതിയ നിയമത്തിലും എല്ലാം ഒരുപോലെ എല്ലാ സകല ജാതികളെയും
ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ദൈവിക രക്ഷണ്യ പദ്ധതിയാണ് ദൈവം വിഭാവനം ചെയ്തതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സങ്കീർത്തനം 22:27 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ. ഇതൊക്കെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. സകല ജാതികളും സകല ജനവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ദൈവത്തിന്റെ പദ്ധതിയിലൂടെ. യെശയ്യാവചനെ കുറിച്ച് പറഞ്ഞ പല വാക്യങ്ങളുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യം വായിച്ചോട്ടെ. യെശയ്യാവ് 2:1 മുതൽ. യഹോവയുടെ ആലയമുള്ള പർവ്വതം സ്ഥാപിതവും ആയിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി വരും. ഇത് പ്രവാചകൻ മുൻകൂട്ടി ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. 42-ാം അധ്യായം 6-ാം വാക്യോട് വായിക്കാം. യെശയ്യാപ്രവചനം 42:6. മതി. ആ ഭാഗം താഴോട്ട് വായിച്ചൊരു 49-ാം അധ്യായത്തിന്റെ 6-ാം വാക്യോട്. 49 6-ാം വാക്യം. അവിടെയെല്ലാം ഈ 40 തൊട്ടുള്ള അധ്യായങ്ങളിലെല്ലാം നമുക്ക് ആ പ്രോമിസ് കാണുവാൻ കഴിയുന്നുണ്ട്. 49:6. ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്. മതി. അപ്പൊ ഇത് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നത് പ്രവാചകന്മാർ ഇത് മുൻകൂട്ടി സകല ജാതികൾക്കും വരുവാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അന്ത്യകാലത്തെ യോവേൽ പ്രവചനത്തിലെ വാക്യം നമുക്കറിയാം. അന്ത്യകാലത്തെ സകല ജനത്തിന്റെ മേലും. അപ്പൊ ഇങ്ങനെ ദൈവവചനത്തിന്റെ വീക്ഷണം എന്ന് പറയുന്നത് സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള രക്ഷ. അപ്പൊ ആ രക്ഷണ്യ പദ്ധതിക്കായിട്ട് ദൈവം എങ്ങനെയാണ് സഭയെ ഒരുക്കിയതെന്നുള്ളതിന്റെ ഉദാത്തമായ ഒരു എക്സാമ്പിളാണ് ഈ കൊർന്നല്യോസിന്റെ മാനസാന്തരം. ആത്മത്തിൽ ഓർപ്പിച്ചതുപോലെ ഇത് 2 പ്രാവശ്യം ആവർത്തിച്ച് അപ്പോസ്തലപ്രവൃത്തി രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഈ 10-ാം അധ്യായം നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ കൊർന്നല്യോസിനെ ഒരുക്കുന്നത് പോലെ തന്നെ പത്രോസിനെയും ഒരുക്കുകയാണ്. 2 പേരെ അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ എത്തിക്കുവാൻ, സുവിശേഷമായിട്ട് പറഞ്ഞയക്കുവാനായിട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ എത്തിക്കുവാനായിട്ട് പത്രോസിനെ ഒരുക്കുന്നു. സുവിശേഷം കേൾക്കാൻ കൊർന്നല്യോസിനെയും കർത്താവ് ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും വായിക്കണമെന്നില്ല. എന്നാൽ 2 പേരുടെയും മാറ്റങ്ങൾക്ക് ഈ അധ്യായം വിധേയമാകുകയാണ്. നമുക്കറിയാം പത്രോസിനൊരു സ്വഭാവമുണ്ട്. ഏത് കാര്യം ആദ്യം കേൾക്കുമ്പം നിഷേധിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പത്രോസിന്. ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. നമ്മൾ കർത്താവ് ഒരു ദർശനം കാണുമ്പോൾ നോക്കിയാൽ എന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഒരിക്കലും പാടില്ല കർത്താവേ. ഒന്നും ഞാൻ എഴുതാം. അപ്പം ഇത് കർത്താവ് കാണിച്ചതാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങ് നിഷേധിക്കുന്ന ഒരു സ്വഭാവം. അതിനെക്കുറിച്ച് ചിന്തകൻ പറഞ്ഞത് ഈ പത്രോസിന് അങ്ങനെ ഒരു നേച്ചറുണ്ട്. നമ്മൾ 2 പ്രാവശ്യം 2 അനുഭവങ്ങൾ പത്രോസിന്റെ ജീവിതത്തിന് മുമ്പ് വായിക്കുന്നുണ്ട്. അതൊന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യമാണ്. ഒന്ന് വായിച്ചാട്ടെ. വേറൊരാൾ യോഹന്നാന്റെ സുവിശേഷം 13:8. ഈ ആ 2 ഇൻസിഡന്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെയും പത്രോസിന്റെ ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ആ ഭാഗം. പത്രോസിനെയും കർത്താവ് അതിനുവേണ്ടി ഒരുക്കി എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സന്ദേശം. നിങ്ങൾക്ക് ആ സാഹചര്യം അറിയാം. എന്താ? കർത്താവ് യഹൂദന്മാരുടെ കയ്യാൽ കുരിശിക്കപ്പെടാൻ പോകുന്ന വലിയ കാര്യം, നിത്യജീവനെ കുറിച്ചുള്ള കാര്യം പത്രോസിനോട് പറഞ്ഞാൽ വേറെ ആർക്കും ഒന്നും തോന്നിയില്ല. പക്ഷെ പത്രോസ് എന്ത് ചെയ്തു? യേശുവിനെ വിളിച്ചോണ്ട് പറഞ്ഞ് എന്തൊക്കെ വന്നാലും അത് മാത്രം വേണ്ട. യേശുവിനോട് പറയണം അത് അരുത് എന്ന് പറയുന്ന പത്രോസ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം വായിച്ച് അവിടെ എന്താണ് 13:8. കർത്താവ് അരയിൽ തുറത്തൊക്കെ കെട്ടി ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് പത്രോസ് ചാടിക്കറി പറഞ്ഞു എന്റെ കാലം എന്ത് ചെയ്യണ്ട, കഴുകണ്ട. പിന്നെ അപ്പൊ ആദ്യം ഇതിനെ അങ്ങ് നിഷേധിക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ ഇങ്ങനെ എന്ത് കേട്ടാലും അങ്ങ് നിഷേധിക്കുന്ന ഒരു സ്വഭാവം പത്രോസിനുണ്ട്. ഇവിടെ അത് തന്നെയാണ്. ഈ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പൊ ആ സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്.
അപ്പം ഇവിടെയും ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കൊർന്നല്യോസിനെയും കർത്താവ് ഒരുക്കുകയാണ്. പത്രോസിനെയും ഈ വേദ ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ ഈ അധ്യായത്തിലെ പ്രധാന വിഷയം കൊർന്നല്യോസിന്റെ മാനസാന്തരത്തെക്കാൾ പത്രോസിനെ ദൈവം ഒരുക്കിയതാണെന്ന് പറയുന്നവരുമുണ്ട്. ശരിക്കും അങ്ങനെയാണ് നമ്മൾ പഠിച്ചു. കാരണം പത്രോസിനെ ദൈവം ഒരുക്കുകയാണ്. നമ്മൾ 9-ന്റെ ലാസ്റ്റ് വാക്യം നമ്മൾ വായിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. 9:43 നമ്മൾ കണ്ടു. അതും ഒരു ഒരുക്കത്തിന്റെ ഭാഗമായിരുന്നു. എന്താണ്? തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പോയി സഞ്ചാരിയായി സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ ദൈവം അവിടെ കൊണ്ടുവന്ന് കുറേ ദിവസം താമസിപ്പിച്ചതും ഇതിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇതെല്ലാം ഒരു ദൈവിക നടത്തിപ്പ് നമ്മൾ പറയില്ലേ, ഒരു നടത്തിപ്പിന്റെയും ഒരുക്കത്തിന്റെയും ഭാഗമായി. ഇനി നമ്മൾ ആ അധ്യായത്തിലേക്ക് വരാം. അവിടെ നമ്മൾ ദൈവനം പഠിക്കുന്നതായതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു. അവിടെ കൈസരി എന്ന് പറയുന്ന അന്നത്തെ യഹൂദ പ്രവിശ്യയുടെ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ പട്ടാളമുണ്ട്. ആ പട്ടാളത്തിൽ ഒരു 100 പേർക്ക് അധിപതിയായിട്ടായിരുന്ന ഒരാളാണ് കൊർന്നല്യോസ് എന്നവിടെ നമുക്ക് ശതാധിപനായിരുന്നു. അങ്ങനെ യഹൂദന്മാർ ഇതിനെതിരാണ്. കാരണം റോമൻ അധീനതയിലായിരിക്കുന്ന അവരുടെ സ്വന്തം നാടിനെ കുറിച്ച് അവർക്ക് എപ്പോഴും ചിന്തയുണ്ടായിരുന്നു. ഒരു മശിഹ വന്ന് ഈ റോമൻ ആധിപത്യത്തിൽ നിന്ന് തന്റെ രാജ്യത്തെ വിടുവിക്കുന്നുള്ളൊരു പ്രതീക്ഷയോടെ എപ്പോഴും യഹൂദന്മാരായിരുന്നു. എന്നാൽ അവരെ മനസ്സുകൊണ്ട് റോമൻ ആധിപത്യത്തെ വെറുത്തവരായിരുന്നു യഹൂദന്മാർ. അതുകൊണ്ട് ഇവരോടെല്ലാം ആ നിലയിലും ഒരു എതിർപ്പ് അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ കൊർന്നല്യോസിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കാൻ ഭക്തനായിരുന്നു. തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിനു വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. ഇവിടെ ദൈവഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നതും ഭക്തൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജനറൽ ടേമിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യാന്വേഷിണികളായി അല്ലെങ്കിൽ സത്യം അന്വേഷിക്കുന്നവരായി ഭക്തരായി ജീവിക്കുന്ന മനുഷ്യർ എല്ലാ കാലഘട്ടങ്ങളുമുണ്ട്. അത് കൊർന്നല്യോസ് മാത്രമായിരുന്നില്ല. കൊർന്നല്യോസിന്റെ പട്ടാളത്തിലും തന്റെ കൂടെ ഉണ്ടായിരുന്നവരും ചിലർ ആ കൂട്ടത്തിലുള്ളവരായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അതിന്റെ 8-ാം വാക്യം അല്ലെങ്കിൽ 7-ാം വാക്യത്തിന്റെ ഒടുവിൽ എഴുതിയിട്ടുണ്ട്. തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തൻ. അപ്പൊ കൊർന്നല്യോസിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സോൾജിയേഴ്സ് ചിലരും ആരായിരുന്നു? ദൈവഭക്തരായിരുന്നു. അപ്പൊ നോക്കുക, അങ്ങനെ ഒരു ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതൊരു ജനറൽ ടേമിൽ ഉപയോഗിച്ചിരിക്കുന്നു, ഭക്തരായ ഒരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ, 9-ാം മണി നേരം എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ, നമ്മുടെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ആഫ്റ്റർനൂൺ 3 o'clock ആണ്. അങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ആ 9-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുന്നു. അത് യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയമായിരുന്നു എന്ന് നമ്മൾ ഈ അധ്യായത്തിൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനാ സമയമാണത്. ആ 3-ാം മണി നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കാണുകയാണ്. അപ്പം കൊർന്നല്യോസിനെ ദൈവം അതിനുവേണ്ടി ഒരുക്കുന്ന, സുവിശേഷം കേൾക്കുവാനും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് തന്നെ നയിക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്ന ഒരു മുഖാന്തരമാണ്. ഒരു ദൂതൻ വന്ന് അകത്ത് തന്റെ അടുക്കൽ വന്ന് സ്പഷ്ടമായി നിൽക്കുന്ന താൻ കാണുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൊർന്നല്യോസെ പേര് ചൊല്ലി വിളിക്കുന്നു. കൊർന്നല്യോസെ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവനവനെ ഉറ്റുനോക്കി ഭയപരവശനായി. 1-2 വായിച്ചാട്ടൊന്ന് താഴെ. എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ചിന്ത സാധാരണ വരാറുണ്ട്. ഈ ധർമ്മവും പ്രാർത്ഥനയുമാണോ തന്നെ ദൈവത്തിലേക്ക് എത്തിച്ചത് എന്നൊരു ചോദ്യം. അതിനെക്കുറിച്ച് ഓശാന ബൈബിളിനകത്ത് മറ്റ് ചില ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ദൈവം അവനെ ഓർത്തു എന്നുള്ളതാണോ പ്രാധാന്യം. ഞാൻ പറഞ്ഞല്ലോ, ദൈവിക തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് നമ്മുടെ മുൻകാല അനുഭവങ്ങളോ നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ ഒന്നുമല്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു മർമ്മമായിട്ടിരിക്കുന്നു. ദൈവം എന്നെ നിങ്ങളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളൊന്ന് വിശ്വസിക്കുന്നു, കൃപയാൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതുപോലെ കൊർന്നല്യോസിനെ ദൈവം ഓർത്തു. അല്ലാതെ ആ പ്രാർത്ഥനയും ധർമ്മവും അല്ല കൊർന്നല്യോസിനെ ദൈവത്തിലേക്ക് എത്തിച്ചതെന്നുള്ളത് സ്പഷ്ടമാണ്. അത് പിന്നീട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ കൊർന്നല്യോസ് എത്തി.
അപ്പോൾ ആ കൊർന്നല്യോസിനെ ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ യോപ്പ എന്ന് പറയുന്ന സ്ഥലം നമ്മളിവിടെ കാണുന്നു. യോപ്പ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ഈ കൈസരിയിൽ നിന്ന് 30 മൈൽ കണക്ക് വെച്ചാണ് സാധാരണ പറയുന്നത്. അതൊരു 10-30 മൈൽ ദൂരമാണ്. ഈ യോപ്പ എന്ന് പറയുന്നതും ഒരു തുറമുഖമായിരുന്നു. പഴയ നിയമത്തിൽ ഈ യോപ്പ നമ്മൾ കാണുന്നത് യോനയോട് ബന്ധപ്പെട്ട് ഈ യോപ്പ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ദൈവം നിനവയിലേക്ക് പോകാനായിട്ട് യോനയോട് പറയുമ്പോൾ അതനുസരിക്കാതെ തർശീസിലേക്ക് പോകാനായിട്ട് യോന തീരുമാനിക്കുമ്പോൾ ഈ യോപ്പയിൽ ചെന്നാണ് തർശീസിലേക്ക് കപ്പൽ കയറിപ്പോ. അപ്പം ഒരു തുറമുഖ നഗരമാണ് ഈ യോപ്പ. ഇവിടെയാണ് ഈ സ്ഥലം കൊർന്നല്യോസിനോട് പറയുന്നത്, യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക, അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുവനോടുകൂടെ പാർക്കുന്നുവെന്ന് ഒരു ദൂതനെ അയച്ച് കൊർന്നല്യോസിനോട് സംസാരിക്കുകയാണ്. അവന്റെ വീട് കടൽപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ സീ സൈഡിലാണ്. ഓൾറെഡി യോപ്പ എന്ന് പറയുന്ന സ്ഥലം ഒരു തുറമുഖ നഗരമാണ്. അപ്പോൾ തന്നെ ആ തുറമുഖ നഗരത്തിൽ കടൽപ്പുറത്താണ് ആര് വസിക്കുന്നത്? അല്ലെങ്കിൽ കടലിനോട് സാമീപ്യമുള്ള ഇടത്താണ് ഈ ശീമോൻ പാർക്കുന്നത്. അവിടെ ഈ പത്രോസ് ഉണ്ട് എന്ന് ദൂതൻ പറയുകയാണ്. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ, ഇവിടെ കൊർന്നല്യോസിന്റെ പ്രതികരണം അതാ ഞാൻ പറഞ്ഞത്. പത്രോസിനെയും കൊർന്നല്യോസിനെയും ദൈവം ഒരുക്കുകയാണ്. കൊർന്നല്യോസ് അതിന് യാതൊരു തടസ്സവും പറയുന്നില്ല. ദൈവത്തിന്റെ സന്ദർശനം തനിക്ക് ഉണ്ടാകുന്നു, ദൂതൻ വന്ന് ഈ കാര്യം പറയുന്നു. തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കൊർന്നല്യോസ് അതേപടി, ഞാൻ പറഞ്ഞല്ലോ കൊർന്നല്യോസും ഒരു പട്ടാള മേധാവിയാണ്, 100 പേരുടെ അധിപതിയാണ്, ഓർഡർ പുറപ്പെടുവിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ദൈവദൂതൻ എന്നുള്ള യാജ്ഞ കിട്ടിയപ്പോൾ ഉടനടി നോക്കിയാൽ നമ്മളവിടെ കാണുന്നത്, അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും കണ്ടുപിടിച്ചിട്ട് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയക്കുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോഴെല്ലാം ദൈവം ഒരുക്കുന്ന. പത്രോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പത്രോസ് സ്വപ്നവും ദർശനവും ഒക്കെ കണ്ടിട്ട് ആദ്യം എന്ത് ചെയ്തു? എതിർത്തു അല്ലേ? ഇവിടെ കൊർന്നല്യോസിനെ ഒരു ദൂതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിന് ഒരു പ്രതികരണവും ഇല്ല. അന്നേരം തന്നെ അങ്ങ് എന്ത് ചെയ്യുകയാണ്? അനുസരിക്കുകയാണ്. പത്രോസ് നമ്മളതിനു മുമ്പ് കണ്ടത്, അല്ലെങ്കിൽ പത്രോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ അപ്പോസ്തലനാണ്, ദൈവശബ്ദം കേട്ട് ഇങ്ങനെ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്ന ഒരാളാണ്. എന്നാൽ പത്രോസ് ഇത് കേട്ടപ്പോൾ പത്രോസിനെ ദൈവം നയിച്ച വിധത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്നത്, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരം, അപ്പോൾ 9 മണി നേരം 3 മണിയാണെങ്കിൽ 6 മണി നേരം എങ്ങനെ വരും? 12 മണി, ഉച്ച സമയമാണ്. ചോറ് കഴിക്കാൻ വല്ല കഴിക്കേണ്ട സമയമല്ലേ? 10. അതുകൊണ്ടായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്. സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. വെൺമാടം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന 1-2 പദം. വെൺമാടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ശീമോന്റെ വീട്ടില് ആണല്ലോ അദ്ദേഹം പാർക്കുന്നത്. അപ്പോൾ ഈ വെൺമാടം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഓപ്പൺ ഫ്ലോർ എന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് കടൽ തീരമായതുകൊണ്ട് മൂളത്തെ തൊട്ട് തുറന്നു കിടന്നൊരു സ്ഥലം, പ്രാർത്ഥിക്കാൻ അല്പസാവകാശമുണ്ട്, മറ്റ് ശല്യങ്ങളൊന്നുമില്ല, കടലിൽ നിന്നുള്ള നല്ല കാറ്റുമൊക്കെ ഉണ്ട്, അങ്ങനെ ഉള്ളൊരു സ്ഥലം എന്നുള്ളതേ ഉള്ളതിനകത്ത് അങ്ങനെ പ്രാർത്ഥിപ്പാനായിട്ട് വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് അവർ ഒരുക്കുമ്പോഴത്തേക്കിന് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പത്രോസിനെ എങ്ങനെയാണ് കൊർന്നല്യോസിനെ സമീപിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നത്. അതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ കൊർന്നല്യോസ് ദൈവശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ ദൂതൻ വന്ന് പറയുന്നു, ഉടനടി തന്നെ അതനുസരിക്കുന്നു, യോപ്പയിലേക്ക് 3 പേരെ അയക്കുന്നു. എന്നാൽ പത്രോസിന്റെ അടുക്കിലേക്ക് കർത്താവ് വരുന്ന വിധം ഇവിടെ എഴുതിയിട്ടുണ്ട്.
രണ്ടും സമാനമായ സാഹചര്യമായിരുന്നു. രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന നേരത്താണ് ഇതുണ്ടായതല്ലേ. കൊർന്നല്യോസും സമയത്ത് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ഈ ഗൈഡൻസ് ഉണ്ടാകുന്നത്. ഒരു ദൈവിക നിയോഗം ഉണ്ടാകുകയാണ് രണ്ടുപേർക്കും. പത്രോസിനും പ്രാർത്ഥനാ സമയത്ത് ഉച്ചസമയത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവിടെ ഇരിക്കുമ്പോൾ തനിക്ക് വിശന്നെന്ന് എഴുതിയിട്ടുണ്ട്. വളരെ വിശന്നിട്ട് വല്ലതും കഴിക്കണം. ഉച്ചസമയമാണ്, അദ്ദേഹം പറഞ്ഞ 12 മണി നേരമാണ്. ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് ഒരു വിവശത. ഈ വിവശത എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊരു ക്ഷീണമല്ല. ദൈവത്തിന്റെ പിന്നീട് നമ്മൾ കാണുന്നത് താൻ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം കാണുന്ന ഒരു അവസ്ഥയ്ക്കാണ് അവിടെ വിവശത എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു ക്ഷീണമല്ല. ആ ദർശനം കാണുന്ന ഒരു അവസ്ഥയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് വിവശത. അവർ ഒരുക്കുമ്പോഴേക്കും അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും പിന്നെ വലിയൊരു തൂപ്പട്ടി പോലെ, ഒരു ഷീറ്റ് പോലെ. അതിൽ ഈ കൊടുത്തിരിക്കുന്ന ഒരു വിവരണം എന്ന് പറയുന്നത്, തൂപ്പട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷീറ്റ് എന്നാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു പാത്രമെന്നോ എങ്ങനെ വേണേലും നമുക്ക് മനസ്സിലാക്കാം. 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം. ഈ പാത്രം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് ഗ്രീക്ക് ഭാഷയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വലിയ അത് പറയാൻ കാരണം, പാത്രം വരുന്നത് അവൻ കണ്ടു, അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കൽ. അപ്പൊ ഈ ദൈവവചനം വ്യാഖ്യാനിക്കുന്നവർ ഈ സ്വപ്നത്തെക്കുറിച്ച് പല ചിന്താഗതിക്കാരുണ്ട്. അപ്പം ഒരു കൂട്ടർ പറയുന്നത് ഇത് കടൽ തീരമായിരുന്നല്ലോ, നല്ല കാറ്റുമൊക്കെ കിട്ടി ഇങ്ങനെ കിടക്കുമ്പം ഒരുറക്കം വന്നപ്പം ഈ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചില ചിന്താഗതിക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. ഈ പത്രോസ് കണ്ട ഈ തൂപ്പെട്ടി എന്ന് പറയുന്നത് അതുവഴി ആ കടലിൽ കൂടെ കണ്ടൊരു പായ്ക്കപ്പൽ പോയതാണ്. പായ്ക്കപ്പൽ അപ്പോൾ സെയിലിംഗ് ക്ലോത്ത് എന്ന് ഇതിനൊരർത്ഥമുണ്ട്. അപ്പോൾ ആ അർത്ഥം വെച്ച് പറയുന്നത് ഇങ്ങനെ അവിടെ കിടന്നപ്പോൾ ഈ നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ റൂഫ് ടോപ്പിൽ ഇരുന്നപ്പോൾ അതുവഴി ഒരു പായ്ക്കപ്പൽ പോയപ്പോൾ കണ്ടതാണെന്ന് പറയുന്നവരുണ്ട്. സാധാരണ ആൾക്കാരല്ല, വേദചിന്തകന്മാർ തന്നെ ഈ ദർശനത്തെയൊക്കെ വിമർശിക്കുന്നവർ പറയുന്നൊരു ചിന്താഗതി അങ്ങനെ ഉണ്ട്. എന്തായാലും നമുക്കതിൻ്റെ കാരണമില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പാത്രം വരുന്നത് അവൻ കണ്ടു, അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും. അപ്പം നോക്കുക, നാൽക്കാലിയുണ്ട്, ഇഴജാതിയുണ്ട്, ആകാശത്തിലെ പറവ. അപ്പം നമുക്കത് വായിക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനാണ്. കാരണം യൂദനെ സംബന്ധിച്ച് ലേവ്യ പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഏതെല്ലാം മൃഗങ്ങളെ ഭക്ഷിക്കാം, കൊമ്പ് പിളർന്നിരിക്കുന്നതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കാൻ അനുവാദമുള്ളൂ, മൃഗത്തിൽ തന്നെ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ 11-ാം അധ്യായത്തിൽ അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇത് പത്രോസ് കണ്ടപ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം പത്രോസിനോട് പറയുന്ന അടുത്ത ശബ്ദം എന്നാണ്, പത്രോസെ എഴുന്നേറ്റ് അറുത്ത് എന്ന് പറഞ്ഞാൽ കൊന്ന് തിന്നണം, അറുത്ത് തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. ഇത് കേട്ടപ്പോഴത്തേക്ക് പത്രോസ് ആകെ കൺഫ്യൂസ്ഡായി. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല. നമുക്കത് സ്വാഭാവികമാണ്. പത്രോസിന് പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ ആ ചിന്ത വന്നു, ഒരിക്കലും പാടില്ല. കർത്താവേ, മലിനമോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പത്രോസിന് ആ ചിന്തയാണ് വന്നത്. എന്നാൽ ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. 3 പ്രാവശ്യം ഇതുണ്ടായി, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഈ കാഴ്ച തന്നെ ദൈവം കാണിക്കുകയാണ്. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചിടും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കൊർന്നല്യോസ് ദൈവത്തിന്റെ ദൂതൻ അടുത്ത് വന്നു നിന്ന് പറയുകയാണ്, അത് ഉടനടി അനുസരിക്കുന്നു. എന്നാൽ പത്രോസിന് അത് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റിയില്ല. പിന്നീട് എങ്ങനെയാണ് പത്രോസിനെ ദൈവം അതിനായിട്ട് ഒരുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ, ഞാൻ പറഞ്ഞില്ല, അപ്പം ഉള്ളിലൊരു വലിയ കൺഫ്യൂഷൻ, എന്തായിരിക്കും ഇത് എന്ന് ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ. ഈ 10-ാം അധ്യായത്തിലെ ഒരു വലിയ ആത്മീയ ചിന്ത എന്ന് പറയുന്നത് ദൈവിക നടത്തിപ്പെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ഓരോ കാര്യങ്ങളെ നടത്തുന്ന വിധം അത് വളരെ ചിന്തനീയമാണ്. ഇതിനകത്ത് ജനഭാഗത്തേക്ക് വരാം. അപ്പൊ ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ എവിടെ വന്നു? ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കലെത്തി. അപ്പം ഏകദേശം അതിന് സമയം പറയുന്നത് നമ്മൾ ആ നൂൺ 6th hour ഉച്ച സമയം തൊട്ടുള്ള ആ ഇത് കണക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു 10-21 മണിക്കൂറായെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും യാത്രയുണ്ട്. 10-30 മൈൽ എന്ന് പറയാൻ നല്ല ദൂരമല്ലേ. അത്ര യാത്ര ചെയ്ത് ഇവർ വന്നു.
അപ്പോൾ അത്രയും സമയമെടുത്ത് അവർ കൃത്യം പത്രോസ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെവിടെത്തി? പടിവാതിക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് അവർ വിളിച്ചു ചോദിക്കുകയാണ്. ആ വീട് തിരക്കി അവിടെ ചെല്ലുകയാണ്. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്. ഇവിടെ കൊർന്നല്യോസിന്റെ അടുക്കൽ ഒരു ദൂതനാണ് വന്നതെങ്കിൽ പത്രോസിനെ ദൈവം നടത്തുന്ന ഒരു വിധത്തെക്കുറിച്ച് രണ്ട് കാര്യം നമ്മളിപ്പോൾ കണ്ടു. ഒന്ന്, ഒരു ദർശനമായിരുന്നു. രണ്ട് ഇപ്പൊ വായിച്ചെന്തോ? പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്. അപ്പൊ അതിനെക്കുറിച്ച് പല എങ്ങനെയാണ് ഈ പത്രോസിനെ ആത്മാവ് നയിച്ചു. 8-ാം അധ്യായത്തിൽ നമ്മൾ ഷണ്ണനെ കുറിച്ച് വായിക്കുമ്പോൾ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്ന് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇവിടെ പത്രോസിനെ ദൈവം നടത്തുന്ന വിധം ദർശനത്തിലൂടെ ആദ്യം നമ്മൾ കണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, പത്രോസ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് പറയുകയാണ്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. ഇത് ആത്മാവ് തന്നോട് പറയുകയാണ്. അപ്പൊ ഒന്നുകൂടെ അത് ഉറപ്പിക്കുകയാണ്. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവർ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്തെന്ന് ചോദിച്ചു. അതിനവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയിലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം. പറഞ്ഞു വിട്ട കാര്യങ്ങളെല്ലാം അതുപോലെ അവർ ചെയ്യുന്നു പറയുന്ന ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യമാണ് 23 നമ്മൾ വായിക്കുന്നു, അവൻ അവരെ അകത്തു വിളിച്ച് പാർപ്പിച്ചു. ഇത് തന്നെ ഒരു വലിയ ചേഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ജാതീയ പശ്ചാത്തലത്തിലുള്ളവരെ വിളിച്ച് ഭവനത്തിൽ അവരെ സ്വീകരിക്കുന്നു, അവരെ ഒരു നാൾ അവിടെ പാർപ്പിക്കുന്നു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ട് പത്രോസ് യോപ്പയിൽ അവിടെ തിരിച്ച് കൈസരിലേക്ക് പോവുകയാണ്. യോപ്പയിലുള്ള സഹോദരന്മാരിൽ ചിലരും അവനോടുകൂടെ കൈസരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ദൈവിക നടത്തിപ്പിന്റെ ഒരു ചിന്ത നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിറ്റേന്നാൾ കൈസരിയിൽ എത്തുന്നു. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും എല്ലാം കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. എന്തിനായിരിക്കാം സ്നേഹിതന്മാരെയും ചാർച്ചക്കാരെയും ഒക്കെ കൂട്ടി വരുത്തിയെന്ന് ചോദിച്ചാൽ, പത്രോസ് വരുമ്പോൾ നിശ്ചയമായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടെയാണ് കൊർന്നല്യോസ് അവരെയും കൂടെ എല്ലാം വിളിച്ചു കൂട്ടിയത്. വലിയ പ്രതീക്ഷ, കാരണം ദൈവത്തിന്റെ ദൂതൻ വന്ന് തന്നോട് പറഞ്ഞതാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഈ ദൂതൻ ഒരിക്കലും കൊർന്നല്യോസിനോട് സുവിശേഷം പറയുന്നില്ല, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നില്ല. അതിനുള്ള അധികാരം അവർക്കില്ല. പത്രോസിനെ ആളയച്ചു വരുത്തി എന്ത് ചെയ്യണം? അവൻ വന്ന് നിന്നോട് എന്ത് പറയുന്ന പറഞ്ഞിരിക്കുന്നത്? ശീമോനെ വരുത്തുക. അവൻ വന്ന് യോപ്പയിലേക്ക് ആളയച്ചു പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്താനായിട്ട് ദൈവത്തിന്റെ ദൂതൻ കൊർന്നല്യോസിനോട് പറയുകയാണ്. ഇതാണ് ദൈവിക നടത്തിപ്പിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ആ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പ്രസംഗത്തെക്കുറിച്ചുകൂടെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ ചിന്ത അവിടെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദേശമായിരുന്നു പത്രോസ് അവിടെ കൈമാറി. നമുക്കറിയാം, പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. പത്രോസ് എഴുന്നേൽക്കാൻ, ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്ന് അനേകർ വന്നുകൂടിയിരിക്കുന്ന കൊണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും യഹൂദമായി പെരുമാറ്റം ചെയ്ത യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയോ മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പത്രോസിനെ ദൈവം കാണിച്ചത് എന്താണ്? ഒരു തൂപ്പെട്ടി ഇറങ്ങി വരുന്നതും അതിനകത്ത് വിവിധ തരം നാൽക്കാലികളും ഇഴജാതികളും ആകാശത്തിലെ പറവുകളും ഉണ്ടായിരുന്നു. അതുപോലെ ദൈവം പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. ഇത്രേ കാണിച്ചുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചഞ്ചലപ്പെട്ടിരിക്കുമ്പോഴാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് ആളുകൾ വരുന്നു. ആളുകൾ വന്നപ്പോൾ അവിടെ ആത്മാവ് തന്നോട് പറയുന്നു, നീ അവരുടെ കൂടെ എന്ത് ചെയ്യണം?
പോകണം, ഞാൻ അയച്ചതാണെന്ന് പറഞ്ഞ് പോകുന്നു. എന്നാൽ ഇവിടെ പത്രോസ് ഇതിനിടയ്ക്ക് നടന്നൊരു മാറ്റം നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് ഈ ദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്തുവാ? ഈ മൃഗത്തെ കണ്ടപ്പോൾ പത്രോസ് അതിന് മനസ്സിലായി ഇതെന്താണ്, ദൈവം തന്നെ കാണിച്ചതിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലായി. എന്തുവാ? ഒരു മനുഷ്യനെയും അപ്പൊ നോക്കിയേ, മൃഗത്തെ കാണിച്ചിട്ട് അതിനെ മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പത്രോസിന് സാധിച്ചു? ഇല്ലേ? കർത്താവ് കാണിച്ചതെന്തുവാ? ദർശനത്തിൽ കണ്ടതെന്തുവാ? മനുഷ്യരാണോ? അല്ല, മൃഗത്തെ, ഇഴജാതികളെയും പക്ഷികളെയും കണ്ടത്. ദൈവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒന്നും നീ എഴുന്നേറ്റ് അറുത്ത് തിന്നാനാ പറഞ്ഞ്, ഒന്നും ദൈവം ശുദ്ധീകരിച്ചതിനൊന്നും. അപ്പൊ ഇതിങ്ങനെ ചഞ്ചലപ്പെട്ട് മനസ്സിൽ ഇതെന്തായിരിക്കും ചഞ്ചലപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവമല്ലോ ഉണ്ടാകുന്നത്. പക്ഷെ യാത്രയിൽ പത്രോസിന് മനസ്സിലായി ഇത് എന്തായിരിക്കും ദൈവം എന്നെ കാണിച്ചത്. എന്താ കാണിച്ചത്? അതാ ഇവിടെ എഴുതി, ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇതൊരു വലിയ കാര്യമല്ലേ? ചിലർക്ക് ഈ സ്വപ്നം കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചിലർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർമാരോട് വന്ന് ചോദിക്കുക, പാസ്റ്റർ ഇങ്ങനൊരു കാര്യം കണ്ടു. ഞങ്ങളും ആകെ കുഴയാറുണ്ട് ചില സ്വപ്നങ്ങളൊക്കെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അതോ ഒരു സ്വപ്നം കണ്ടാലും അതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് ഇല്ലേ? ശരിയല്ലേ? ഇവിടെ വാസ്തവത്തിൽ നിങ്ങൾ ഈ ഭാവം പഠിക്കുമ്പം ഇവിടെ അങ്ങനെ ഒരു ഹിന്ദുവില്ല. കർത്താവ് ഇതേ കാണിച്ചുള്ളൂ. എന്തുവാ? ഞാൻ വിചാരിക്കുന്നത് കർത്താവ് ആ മനുഷ്യനെ കാണിച്ചാൽ പോരെ, പല ജാതി മനുഷ്യരെ കാണിച്ചിട്ട് നീ ആരെയും. പക്ഷെ ഇത് പത്രോസിനെ ഇതാണ് അതിൻ്റെ സാഹചര്യം നോക്കിയേ. ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയം, വിശപ്പ് വന്ന സമയമാണ്, അത് കഴിക്കുന്ന ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടൊരു ദർശനം. ഇങ്ങനെയൊക്കെ ഉണ്ടാകാമില്ലേ? നമ്മുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള സ്വപ്നമൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് മനസ്സിലാക്കുന്നത് ഒരു വലിയ കാര്യമാണ്. അത് പറയാനാണ് ഞാൻ പറഞ്ഞു. ദൈവം നമുക്ക് തരുന്ന ദർശനം ഇന്നും ഉണ്ട് കേട്ടോ, ഇന്നും ദർശനവും സ്വപ്നവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്നതും തിരുവഴുത്തിൻ പ്രകാരം അതിനെ ഗ്രഹിക്കാനും അതിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറയാൻ വേണ്ടി ഞാൻ ആ കാര്യം ഓർപ്പിച്ചു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അത് പത്രോസ് മനസ്സിലാക്കുന്നു, ഇത് ദൈവം എനിക്ക് കാണിച്ചു തന്നത് എന്തുവാ? ഇത് ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്കിത് കാണിച്ചു തന്നതാണെന്ന് പത്രോസിന് ഉറപ്പായി. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിര് പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറയണം. അപ്പോൾ ദൈവം എന്നെ അയച്ചതാണെന്ന് എനിക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഒരു ജാതീയ പശ്ചാത്തലത്തിൽ, ഒരു ജാതീയ ഭവനം, ഞാൻ പറഞ്ഞില്ല, യഹൂദനും ജാതികളും തമ്മിൽ ആ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ഒക്കെ ഉള്ള വലിയ വിട വന്നുണ്ട്. അതിന് കൊർന്നല്യോസ് ഈ കാര്യം തന്നെ പറയുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വിളിപ്പിക്കുക, അവൻ കടൽപ്പുറത്ത് തോൽക്കനായ ശിമോന്റെ വീട്ടിൽ പാർക്കുമെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നതുപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കും. ഇതാണ് പത്രോസിനോട് കൊർന്നല്യോസ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം സുവിശേഷം അറിയിക്കാനുള്ള ഒരു നല്ല അവസരം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പത്രോസിന് ആ സമയം കൊണ്ട് ബോധ്യമാകുകയാണ്. ദൈവം എന്തോ അധികമായി ഇതുവരെയും പത്രോസ് ചെയ്തു വന്നതിനുപരിയായി സുവിശേഷം ജാതികളിലേക്ക് കടന്നു ചെല്ലത്തക്ക നിലയിലുള്ള ഒരു വാതിൽ ദൈവം തുറക്കുകയാണെന്നുള്ളത് പത്രോസിന് കൃത്യമായിട്ട് അവിടെ മനസ്സിലാകുകയാണ്. താഴോട്ടുള്ള പ്രസംഗം നമുക്കറിയാം. പത്രോസിൻ്റെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയതിൽ വളരെ പ്രാധാന്യമുള്ളൊരു പ്രസംഗമാണിതും. പെന്തക്കോസ്താളിലെ പ്രസംഗം പോലെ തന്നെ ഈ പ്രസംഗത്തിലെ 5 പ്രധാന കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാം. നമ്മൾ ആ പ്രസംഗം പഠിക്കുമ്പോൾ അതിനകത്ത് 38 വാക്യം ഒന്ന് വായിക്കാമോ? ഒരു സുവിശേഷ സന്ദേശത്തിനകത്ത് അടങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. യേശു ക്രിസ്തു അവൻ ആരാണ്? ദൈവത്താൽ അഭിഷിക്തനാണെന്നും ചരിത്ര പുരുഷനാണെന്നുള്ളൊരു തെളിവാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ഒരു വിധിയോ അല്ലെങ്കിൽ ഒരു മറ്റൊരു വിധത്തിലോ ഒന്നുമല്ല. യേശു ക്രിസ്തു ദൈവത്താൽ അഭിഷിക്തനായ ചരിത്ര പുരുഷനാണ് ക്രിസ്തു എന്നുള്ളത് അതിനകത്ത് വളരെ വ്യക്തമായി പത്രോസ് പറയുന്നു. 2:39 വാക്യം.
മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഈ മരത്തിന്മേൽ തൂക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രൂശിനെ കാണിക്കുന്നതാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഈ മരത്തിന്മേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 പത്രോസ് 2:24 വായിച്ചാൽ എന്താണ് ഈ മരത്തിന്മേൽ എന്ന് പറഞ്ഞ്, നമുക്കറിയാം അത് ക്രൂശിനെ കുറിച്ച് പറയുന്നതാണെങ്കിലും 1-2 വാക്യങ്ങൾ 1 പത്രോസ് 2:24 അതിനോട് ചേർന്നൊന്ന് വായിച്ചേ. ക്രൂശിന്മേൽ കയറി. അവിടെ ക്രൂശ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെയാണ് മരത്തിന്മേൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സെയിം പദമാണ് അവിടെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മരം എന്ന് പറയുമ്പോൾ അത് ക്രൂശിനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? 1 പത്രോസ് 2:24 പറഞ്ഞ ആ കുരിശെന്ന് പറയുന്ന ആ പദം മരമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സെയിം പദം തന്നെയാണ്. ഗലാത്യർ 3:13 ഒന്ന് വായിച്ചു. അപ്പോൾ മരത്തിന്മേൽ തൂങ്ങി എന്ന് പറയുന്നത്, അപ്പോൾ പുതിയ നിയമത്തിൽ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ദൂത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളതാണ്. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. അപ്പൊ അത് ക്രൂശ് മരണത്തെ കാണിക്കുന്ന പദമാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ 29-ാം വാക്യങ്ങളും നോക്കാം. 13-29. മരത്തിൽ നിന്നിറക്കി. അപ്പോൾ മരത്തിൽ നിന്നിറക്കുന്നത് ക്രൂശിൽ നിന്നിറക്കി എന്നുള്ള അർത്ഥമാണ്. സെയിം പദമാണ് ഉപയോഗിച്ചിരിക്കുക, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പത്രോസിന്റെ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷ സന്ദേശത്തിന്റെ പ്രധാന കാതൽ എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് നാളിലെ പ്രസംഗം കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തു, അവൻ ചരിത്ര പുരുഷനായിരുന്നു. 2 ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. 3 40-ാം വാക്യം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. 3-ാമത്തെ കാര്യം. 4:42. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ സന്ദേശത്തിലെ മറ്റൊരു പ്രധാന വിഷയം, യേശു ക്രിസ്തു ആരാണ്? ന്യായാധിപതിയാണ്. അവൻ ന്യായാധിപതിയായി വീണ്ടും വരുന്ന ക്രിസ്തുവാണ്. അത് സുവിശേഷത്തിലെ ഒരു പ്രധാനം. ഞങ്ങളോടുകൂടെ തിന്നു കുടിച്ചവർ, അങ്ങനെ ഒരു പദം നമ്മൾ വായിച്ചില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പത്രോസ് ഉപയോഗിച്ചതെന്നറിയാം. ഞങ്ങളോടുകൂടെ തിന്നുകുടി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു മിഥ്യയല്ല. യേശു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് കേവലം ഒരു മിഥ്യയായിട്ടല്ല. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് തിന്നു കുടിച്ചവരാണ്. എന്നാൽ യേശു മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ന്യായാധിപതിയായി വീണ്ടും വരുന്ന ക്രിസ്തുവാണ്. 43-ാം വാക്യം കൂടെ. പാപമോചനം യേശു ക്രിസ്തുവിലൂടെ. അതാണല്ലോ ഏറ്റവും പ്രധാനം. അത് സുവിശേഷങ്ങളിൽ മാത്രമല്ല, പിന്നീട് നമ്മുടെ ലേഖനങ്ങളിൽ വരുമ്പോൾ പൗലോസ് ഏറ്റവും അധികം ഉറപ്പിച്ചു പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഈ 5 കാര്യങ്ങൾ സുവിശേഷ സന്ദേശത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവത്താൽ അവൻ അഭിഷിക്തനും ചരിത്ര പുരുഷനുമായിരുന്നു ക്രിസ്തു. അവൻ ക്രൂശിക്കപ്പെട്ടവനാണ്, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ന്യായാധിപതിയാണ്, വീണ്ടും വരുന്നവനാണ്. വിശ്വസിക്കുന്ന ഏവർക്കും അവൻ പാപമോചനം നൽകുന്നവനാണ്. ഇത് സുവിശേഷ സന്ദേശത്തിന്റെ കാതലായി നമ്മൾ ആ ദൈവിക ആ സന്ദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ നമുക്കത് തുടർന്ന് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സുവിശേഷ സന്ദേശമാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇത് അറിയിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ അഭിഷിക്തൻ എന്നുള്ള പദം, മരത്തിന്മേൽ എന്നുള്ള പദം, ഞങ്ങളോടുകൂടെ തിന്നുകുടിച്ചവരായി, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പാപമോചനം ഒരു പ്രധാന പ്രസംഗ വിഷയമായി 2-ാം അധ്യായം 38-ാം വാക്യത്തിലും പെന്തക്കോസ്തിൽ നാളിലെ പ്രസംഗത്തിലും പാപമോചനം എന്നുള്ളത് ഒരു പ്രധാന വിഷയമായിരുന്നു. മറ്റൊന്ന്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ എല്ലാ കാലത്തും പുതിയ നിയമസഭയുടെ ആരംഭ സന്ദർഭങ്ങളിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ 10-ാം അധ്യായം 45-ാം വാക്യം ഒന്ന് വായിച്ച് അതോടൊന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഇവിടെ ഈ അന്യഭാഷയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ ദൈവവചനം കേട്ടവരുടെ മേൽ ആത്മാവെന്നാർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതും വേദചിന്തകന്മാരുടെ അനുഭവത്തിൽ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആത്മീയ അനുഭവം തന്നെയാണ് എന്നാണ് പറയുന്നത്. ആദിമസഭയിലുണ്ടായ അനുഭവത്തെ നമ്മൾ പരിശുദ്ധാത്മ നിറവ് അന്യഭാഷ എന്നുള്ള വിഷയം പഠിച്ചു വരുമ്പോഴും ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന ഈ ഒരു സംഭവം എടുത്ത് അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
വളരെ ചിന്തനീയമായൊരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതും ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിട്ട് നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട്. 10-ാം അധ്യായം 47-ാം വാക്യം. അവിടെ അങ്ങനെ പറയാൻ കാരണം കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് എന്ന് പറഞ്ഞാൽ, സാധാരണയായി ദൈവശാസ്ത്ര പ്രകാരം നമ്മൾ ഇതുവരെയും കണ്ടുവന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മ സ്നാനം ഉണ്ടാകുന്നു. ഈ ഒരു പാറ്റേണിലാണ് ഇതുവരെയും കണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? ദൈവവചനം കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്, അങ്ങനെ ദൈവത്തിന് എങ്ങനെ ആ ക്രമം തന്നെ വേണമെന്നൊന്നുമില്ല ദൈവത്തിന്. ഇവര് ദൈവവചനം കേട്ടപ്പോൾ അവരുടെ മേൽ എന്ത് ചെയ്തു? അവർ കർത്താവിനെ കൈക്കൊണ്ടു, ദൈവത്തിന്റെ ആത്മാവരുടെ മേൽ വന്നു. അതുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത്, ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ, ഇനി അവരെ സ്നാനപ്പെടുത്തുവാൻ ആർക്ക് കഴിയും, അതിനെ വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഉടനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവരെ അപേക്ഷിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. അപ്പം ഈ ഒരു ഞാൻ ആ പദങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു. അഭിഷിക്തൻ എന്നുള്ള പദം, 2 മരത്തിന്മേൽ എന്നുള്ള പദം, അത് ക്രൂശിനെ കാണിക്കുന്നതാണ്. അഭിഷിക്തൻ എന്നുള്ള പദം ഞാൻ പറയാൻ കാരണം, മശിഹ എന്നും ക്രിസ്തു എന്നുമുള്ള ആ പദം, അത് യേശു ക്രിസ്തുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാലായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ യേശു പിതാവായ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു എന്നുള്ള എബ്രായ പദത്തിന്റെ അർത്ഥം അഭിഷേകം ചെയ്യുക എന്നുള്ള പദത്തിൽ നിന്നാണ് അഭിഷിക്തൻ എന്നുള്ള പദം വരുന്നത്. അപ്പോൾ കർത്താവ് ക്രിസ്തു അഭിഷിക്തനായിരുന്നു, അതാണ് ക്രിസ്തു എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം. ആ നിലയിലാണ് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. മരത്തിന്മേൽ എന്നുള്ള പദം ഞാൻ പറഞ്ഞു ക്രൂശിനെ കാണിക്കുന്നതാണ്. നമ്മോടുകൂടെ തിന്നു കുടിച്ചവരായ, അത് ഞാൻ പറഞ്ഞു യേശുവിന്റെ ഉയർപ്പ് ഒരു മിഥ്യയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയും കൂടെയാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. പാപമോചനം ഒരു പ്രധാന വിഷയമാണ്. അന്യഭാഷയെക്കുറിച്ച് യേശുവിന്റെ നാമത്തിൽ, ഇത് നമുക്കറിയാം, യേശു നാമക്കാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, അങ്ങനെ ഒരു ഉപദേശം. അവര് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ വേദപുസ്തകം മനസ്സിലാക്കുമ്പോൾ ആദ്യ സമയങ്ങളിൽ ഈ പദമാണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ആദ്യ സന്ദർഭങ്ങളിൽ, സ്നാന സമയങ്ങളിൽ ഈ പദം 8-ാം അധ്യായം നമ്മളത് കണ്ടു. 8-16 വായിച്ച് 2-3 അത് സൂചിപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നേ ഉള്ളൂ. 19-ന്റെ 5-ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. 28-ന്റെ 19. സോറി, ആ വാക്യമല്ല. ഓക്കെ, ഈ 2-3 ഭാഗങ്ങൾ നമ്മള് മത്തായിയുടെ സുവിശേഷം 28-ന്റെ 19 നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്, ആദിമ സമയങ്ങളിൽ അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം യേശുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്നുള്ളതല്ല. നമ്മൾ ഉപദേശപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം. മത്തായിയുടെ സുവിശേഷം അത് 28-ന്റെ 19 മത്തായിയുടെ സുവിശേഷം ഒന്ന് വായിക്കാം. 28-ന്റെ 19 എന്താ പറഞ്ഞേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവിടെ യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ അവര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പറഞ്ഞില്ലെന്നൊന്നും അർത്ഥമില്ല. അപ്പോൾ ഇത് മാത്രം എടുത്തുകൊണ്ട് ചിലര് ആ നാമത്തിലാണ് സ്നാനം എന്ന് വാദിക്കുന്നവരും അങ്ങനെയുള്ള ഉപദേശ സംഹിതകളും ഉണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തെ നമ്മൾ മുഴുവനായി പഠിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യായത്തിലുള്ള ആത്മീയ പാഠം നമ്മെ സംബന്ധിച്ച് ഈ എല്ലാ മനുഷ്യർക്കും മുൻവിധി ഉണ്ടാകാം. അത് ഇതിനകത്തൊരു വലിയ സന്ദേശമാണ്. നമ്മുടെ മുൻവിധികളെയും ചിന്താഗതികളെയും ചിലപ്പോൾ ദൈവം മാറ്റിയെന്ന് വരാം. അതിന് നമ്മളെ വിധേയപ്പെടുത്തേണ്ടത് എപ്പോഴും ആവശ്യമാണ്. അങ്ങനൊരു സന്ദേശം ഈ 2 അധ്യായങ്ങളിലും ഉണ്ട്. 10-ഉം 11-ഉം വായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പത്രോസ് ഒരു അപ്പോസ്തലനായിരുന്നു. തൻ്റെ ഉള്ളിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ദൈവം ദർശനത്തിൽ കൂടെ തന്നോട് ഇടപെടുമ്പോഴും പത്രോസിന്റെ ആ സ്വാഭാവികമായൊരു സ്വഭാവം എന്താണ്? എന്ത് കേട്ടാലും
അതിനെ എതിർക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ അതിനോട് നോ പറയുന്നൊരു സ്വഭാവമുണ്ട്. എന്നാൽ പത്രോസ് പിന്നീട് എന്ത് ചെയ്യുന്നു? കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, ദൈവത്തിന് വിധേയപ്പെടുന്നു, തൻ്റെ മുൻവിധികളെ മാറ്റുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെല്ലാം ദൈവം അങ്ങനെയും നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമുക്ക് ലഭിച്ച അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ എത്തിക്കാം. എന്നാൽ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മനസ്സ് തുറക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കുന്നവരായിരിക്കണം എന്നുള്ളൊരു സന്ദേശം ഇതിനകത്തുണ്ട്. ദൈവം നമ്മുടെ മുൻവിധികളെയൊക്കെ മാറ്റും. നമുക്കറിയാം, നമ്മൾ അങ്ങനെ എന്തെല്ലാം മുൻവിധികളോടുകൂടി ജീവിച്ചവരാണ്. ഇനിയും കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം മുൻവിധികളുണ്ടായിരുന്നു. നമ്മുടെ യേശുവിനെ അറിഞ്ഞവരായിരുന്നു. നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ സഭയൊക്കെ പഠിപ്പിച്ച എന്തെല്ലാം മുൻവിധികളുമായിട്ട് ജീവിച്ചവരാണ് നമ്മളില്ലേ. അതൊക്കെ മാറിയില്ലേ അല്ലേ? കൃപയാൽ യേശുവിനെ അറിയാനും സുവിശേഷ സത്യങ്ങളിൽ വിശ്വസിക്കാനും ഭാഗ്യം ലഭിച്ചില്ലേ. എത്രയോ മനുഷ്യരിന്നും, ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരമ്മച്ചി, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഒരമ്മച്ചിയോട് പോയി സുവിശേഷം പറഞ്ഞ് എല്ലാം പറഞ്ഞു. അമ്മച്ചി കണ്ണുനീരോട് ആ സുവിശേഷം എല്ലാം ഏറ്റെടുത്ത് വളരെ സന്തോഷമായിരുന്നു. അവസാനം എന്നോട് പറഞ്ഞു, ഇതാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ കിടക്കണം. അപ്പം ഞാൻ വെച്ചാൽ അച്ഛൻ മരിച്ചു കിടക്കുന്ന കല്ലറയുടെ അടുക്ക്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വിഷമത്തോട് വന്നത്. അപ്പോൾ ആ അമ്മച്ചിയുടെ ഉള്ളിൽ കിടക്കുന്ന ധാരണ എന്താണ്? അപ്പച്ചൻ കിടക്കുന്ന കല്ലറയുടെ അടുക്ക് എനിക്ക് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോരാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം. യേശുവിനെ ഇഷ്ടമാണ്, രക്ഷിക്കപ്പെട്ടു, എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അങ്ങനെ എത്രയോ മുൻവിധികളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ. കൃപയാൽ നമുക്ക് നമ്മുടെ മുൻവിധികളെയൊക്കെ ദൈവം മാറ്റി ഇന്നുവരെയും ദൈവം നമ്മെ നടത്തി. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും ദൈവത്തിന് മുമ്പിൽ ഓപ്പണായിരിക്കണം. ദൈവം നടത്തുന്ന വഴിയിൽ ഈ പത്രോസിനെ പോലെ ഇച്ചിരി തട്ടാമുട്ടിയൊക്കെ പറഞ്ഞാലും ഓപ്പണായിട്ടിരുന്നാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്തും. ഈ ദൈവീയ നടത്തിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കും. നിങ്ങൾ നോക്കിയേ, ഈ ദൈവീയ നടത്തിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആ ഭാവം പഠിക്കുമ്പോൾ പത്രോസ് പ്രാർത്ഥിക്കുന്നു, ഒരു ദർശനം കാണുന്നു. ഈ സമയത്ത് മറുഭാഗത്തുനിന്ന് കൊർന്നല്യോസ് അയച്ച ആൾക്കാർ ഇങ്ങനെ വരുന്നു. പത്രോസ് ഈ ദർശനമെല്ലാം കണ്ട് ആവപ്പാടെ മനസ്സിൽ ഉള്ളിൽ ചഞ്ചലപ്പെട്ടിരിക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വീട്ടിലെത്തി. ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ കാണുന്നത് പത്രോസ് ഇങ്ങനെ അപ്പോഴും ആ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവുള്ളത്തിലൊരു ദൂത് കൊടുക്കുന്നു, നീ ചെല്ല്, അവരെ ഞാൻ അയച്ചാ, നീ അവരോട് ചെല്ല്. 19-20 വാക്യം നമ്മളതായി. പിന്നെ നോക്കുമ്പോൾ പത്രോസ് അവരുടെ കൂടെ പോകുന്നു. പത്രോസ് പുറത്ത് ചെല്ലുന്നു, തങ്ങളെ തന്നെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. ഞാൻ ഇങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് വരുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം ഇതാ. ഞങ്ങളോടൊരാൾ പറഞ്ഞു ഇങ്ങനെ പത്രോസിൻ്റെ അടുക്ക വരണമെന്നും. പത്രോസ് എന്ന് പറയുന്നത് നോക്കി, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ദൈവീയ നടത്തിപ്പ് കണ്ടോ? മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? അപ്പോൾ ഇന്നുമുണ്ട് ദൈവത്തിൻ്റെ ഓരോ നടത്തിപ്പുകളുണ്ട് അല്ലേ? നമുക്കത് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വഴികളെയൊക്കെ നടത്തുന്നൊരു ദൈവമുണ്ട്. അതിന് നമ്മളെ മാത്രമല്ല, സാഹചര്യങ്ങളെയും ദൈവം അതിനായിട്ട് ഒരുക്കൊണ്ട് വരും. ഇപ്പോൾ പത്രോസിനെ ഒരുക്കുന്ന സമയത്ത് വേറൊരു കൂട്ടരെ ദൈവം ഒരുക്കുകയാണ്, കൊർന്നല്യോസിനെ ഒരുക്കുകയാണ്. ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന സന്ദർഭമൊക്കെ വളരെ ചിന്തനീയമാണ്. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുൻവിധികളെയും ചിന്താഗതികളെയും ഒക്കെ എപ്പോഴും രൂപപ്പെടുത്തിയെടുക്കാൻ ദൈവത്തിന് നമ്മളെ വിധേയരാക്കി കൊടുക്കുവാൻ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചന പഠനം നമുക്കതിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾ പ്രാർത്ഥിച്ചു.